ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മെഴുക്ക് വരട്ടിക്ക് നല്ല മണവും നല്ല രുചിയുമൊക്കെയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് മുഴുവനായിട്ട് ഉണ്ടു തീർക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ഈസിയാണ്. നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള അച്ചിങ്ങ പയറാണ്. അതുപോലെ പൊളിക്കാനുള്ള പയറുണ്ടെങ്കിൽ അതും കൂടി പൊളിച്ചെടുത്തേക്കാം. നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് കുക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇതുവരെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ആക്കി അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത്. 1/4 ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി ഇതുപോലെ. അപ്പോൾ പയറിൻ്റെ സ്ട്രക്ചർ ഒന്നും പോവില്ല, പയർ അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും, എന്നാൽ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു 1/4 വേവിൽ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിവേപ്പില ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളി ഒരു 15 ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പയർ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടും വേസ്റ്റ് ആക്കേണ്ട ആ സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഒരുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല പോലെ ഇത് മൂത്ത് വരണം. നല്ല സ്മെല്ലും നല്ല പോലെ ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയത്ത് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ഇടിച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഉണക്കമുളക് നന്നായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളറ് തരും, അതുമാത്രമല്ല നല്ല രുചിയുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ എരിവ് വേണം ഈ കറിക്ക്, എന്നാലായിരിക്കും ടേസ്റ്റ് ഉള്ളൂ. ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഇളക്കി അതിൻ്റെ പച്ച ചുവക്കെ മാറി കഴിയുമ്പോഴാണ് ഈ വേവിച്ച് വെച്ചിട്ടുള്ള പയർ കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നു, അത് പോവാനായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഫ്ലെയിം കൂട്ടിയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ യോജിച്ചതിന് ശേഷം നടുക്കോട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില കൂടിയും അങ്ങ് ചേർത്ത് കൊടുത്തേക്കണം. ഇത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഓഫ് ചെയ്തങ്ങ് വെച്ചേക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് തുറന്ന് വിളമ്പിയാൽ മതി. അപ്പോൾ ഉപ്പും എരിവും ഒക്കെയുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള, ഒട്ടും ഉടഞ്ഞു പോകാത്ത, എന്നാൽ നല്ല പോലെ വെന്തിട്ടുള്ള അടിപൊളി പയർ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുളകിടിച്ച ചമ്മന്തിയുടെ ടേസ്റ്റ് ആയിരിക്കും അതിൽ കിടക്കുന്ന ആ ഉള്ളിക്കും മുളകിനും നല്ല പോലെ മൂപ്പിച്ചത് കൊണ്ടിട്ട്. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫുഡ് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. Till then, take care. Bye bye.